ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ മുടി അയച്ചിരട്ടെ. ഇപ്പോൾ അല്ലേ കാണാൻ കുറച്ചുകൂടെ ഒരു ലുക്കുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, എനിക്ക് 18 വയസ്സിലെ എൻ്റെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു ഒരു വണ്ടി ആക്സിഡൻറ്റിൽ. അപ്പോൾ അതിനുശേഷം എന്നെ മുഴുവനും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അനിയനായിരുന്നു. അവനായിരുന്നെങ്കിൽ ഭൂലോക കള്ളനും. എന്നെ മുതലാക്കാൻ പറ്റിയ ഒരു ചാൻസും അവൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തിന് ബാത്റൂമിൽ വരെ ഒളി ക്യാമറ ഇല്ലെങ്കിൽ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എൻ്റെ അച്ഛൻ മരിച്ച ഉടനെ പറഞ്ഞു, ഇവളെ എല്ലാ കാര്യവും ഞാൻ ഏറ്റെടുക്കും, ഇവളെ ഇനി എൻ്റെ വീട്ടിൽ നിന്നാൽ മതി. അദ്ദേഹത്തിന് ഭാര്യയില്ല. ഭാര്യ എങ്ങനെ പോയെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു, അതായത് ഡ്രൈവിംഗ് സർ. അവിടുന്ന് ഏതോ ചെറിയ 18 വയസ്സുള്ള അദ്ദേഹത്തിന് നോട്ടം നൽകുന്നത്. അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിനെതിരെ ആരോ കേസൊക്കെ കൊടുത്തു. അതായത് ചെറിയ പെൺകുട്ടികളല്ലേ, അവരൊക്കെ തുടങ്ങുന്നവർ വെറുതെ വിടോ? ഇദ്ദേഹമാണെങ്കിൽ കാണാൻ കുറച്ചുകൂടെ കൊള്ളാം. നമ്മുടെ അച്ഛൻ്റെ അനിയൻ എന്ന് പറയുമ്പോൾ, എൻ്റെ അച്ഛൻ തന്നെ പൊതുവെ ചെറുപ്പക്കാരനായിരുന്നു. അത്ര ചെറുപ്പമല്ല, എനിക്ക് 18 വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാലോ. എന്നാലും ഒരു ചെറുതായിരുന്നു. എൻ്റെ കോളേജിലൊക്കെ ക്ലാസ്സിലൊക്കെ വരുന്ന അച്ഛന്മാരെയൊക്കെ കാണുമ്പോൾ എൻ്റെ അച്ഛൻ അതിലെല്ലായിടത്തും കുറച്ച് ചെറുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛന് കാറിനോടും ബൈക്കിനോടൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ബൈക്കിൽ സ്പീഡ് കൂട്ടി പോകുമ്പോഴായിരുന്നു രണ്ടുപേരുടെ സംഭവം നടന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിന് എന്നോട് വലിയ കാര്യമായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. ഒന്നാമത് ഇദ്ദേഹത്തിന് ഭാര്യയില്ല. അപ്പൊ എന്നോട് എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണ്ട, നിൽക്കണ്ട. പക്ഷെ എനിക്കറിയണമല്ലോ, കാരണം എന്നോട് കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു, ഇയാൾക്ക് എൻ്റെ അച്ഛൻ്റെ സ്വത്തിനോടാണ് താല്പര്യമെന്ന്. അതായത് അച്ഛന് ഈ മരിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ്, എനിക്ക് ആ ടൈം 19 ആവാൻ പോവുകയാണ്. അപ്പൊ എനിക്ക് അച്ഛന് എൻ്റെ പേരിലായിരുന്നു ഈ പേരിലുണ്ടായിരുന്ന വീടും വണ്ടിയും ഒക്കെ തന്നെ എൻ്റെ പേരിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ അദ്ദേഹത്തിന് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു, എന്തായാലും അറിയാമല്ലോ എന്തിനാണ് ഇദ്ദേഹത്തിന്റെ പ്ലാൻ എന്തൊക്കെയാണെന്നുള്ളത്. കാരണം ഇദ്ദേഹത്തിനെ കാണാനാണെങ്കിൽ നല്ല അടിപൊളി ലുക്കായിരുന്നു. ആരും വീണു പോകും. അങ്ങനെ ഞാൻ വീണുപോയി. കാരണം അച്ഛനും അനിയനും അങ്ങനെ സംസാരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചാല് അന്നെന്തോ കേസിന്റെ പേരില്, അങ്ങനെ ആ പെൺകുട്ടിയുടെ പേരില് സ്വന്തം അനിയന്റെ ഭാര്യ അത്ര രീതിയിൽ കരഞ്ഞു. അതായത് മരിക്കാൻ വേണ്ടി അമ്മമ്മയുടെ ഷുഗറിന്റെ ഗുളിക വരെ 18 കഴിച്ചിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയി, വെന്റിലേറ്ററിലൊക്കെ ആയിട്ട്, അങ്ങനെയൊക്കെ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ച അവരോട് എൻ്റെ അച്ഛന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛൻ വലിയ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കാറൊക്കെ ചോദിക്കും. കാറിന്റെ ചാവി എവിടെ, ഇപ്പൊ ആവശ്യമുണ്ടോ, ഞാനൊന്നും ഒരിടം വരെ പോയി വരും എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ കാറിന്റെ വണ്ടിയൊക്കെ കൊടുക്കും, കാറിന്റെ ചാവിയൊക്കെ കൊടുക്കും. അതിലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ അറിയണം എന്താണ് ഇദ്ദേഹത്തിന്റെ പ്ലാൻ എന്നുള്ളത്. അപ്പോൾ എൻ്റെ അമ്മമ്മക്കറിയാം ഞാൻ ആള് നല്ലൊരു മിടുക്കി പെണ്ണാണെന്ന്. ഞാൻ നടന്നത് കാര്യം സാധിക്കാൻ ഏതറ്റം വരെ അങ്ങ്. അപ്പോൾ മരിച്ചൊരു 2-3 കൊല്ലം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ 18-ാം വയസ്സ് മുതലേ എനിക്ക് വന്നൊരു പ്രാന്താണ് എൻ്റെ ബോഡി നോക്കുക. അതായത് നല്ല വായിൽ വർക്കൗട്ട് ചെയ്യാം. ഞാൻ ഡെയിലി വർക്കൗട്ടൊക്കെ ചെയ്യും. എൻ്റെ മുടിയൊക്കെ കണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മുടി, അതൊക്കെ ഞാൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. എൻ്റെ ഫേസ് ആണെങ്കിലും ഞാൻ വേണ്ട പോലെ ബ്യൂട്ടീഷ്യനും പിരിയൊക്കെ കണ്ടില്ല, നല്ല ത്രെഡും ഒക്കെ തന്നെ ചെയ്യും. ഇതിപ്പോൾ വീഡിയോയുടെ പിരിയാണ്, ശരിക്കുള്ള പിരിയും ഞാൻ ലൈവിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലൈവ് കാണാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാനായിട്ട് അതിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹമുള്ളവർ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ തമ്മനയിൽ കണ്ട് നോക്കണ്ട, തമ്മനയിൽ ആ വേറെ തമ്മനയിലാണ്. കാരണം മറ്റു ചില അതിൽ പച്ചയ്ക്ക് വീഡിയോ ഇടുന്നതിൽ ഒരു കാര്യമില്ല. അപ്പോൾ ലൈവ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നുണ്ടായി. അങ്ങനെ അദ്ദേഹം കേസ് കൊടുത്ത ഉടനെ എൻ്റെ അച്ഛന് അദ്ദേഹത്തോട്, അതായത് എൻ്റെ അച്ഛൻ്റെ അനിയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, എനിക്ക് എന്തായാലും ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ്. എനിക്ക് പിന്നെ ആ ടൈമൊക്കെ അച്ഛൻ മരിച്ച ആ ടൈം വിചാരിച്ചു, ഇനി അച്ഛനെ ഇനി ഇവൻ കൊന്നതായിരിക്കോ സ്വത്തിന് വേണ്ടി എന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് മനസ്സിലായി അതൊന്നല്ല സത്യം എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ വന്ന് നിൽക്കാറുണ്ടായിരുന്നു. അതായത് നമ്മൾ ഗേൾസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇടുന്നത് എന്ന് നിങ്ങൾക്കറിയാലോ. എനിക്കറിയാം അദ്ദേഹം നോക്കുന്നുണ്ട്. പക്ഷെ എനിക്കതൊന്നും പ്രശ്നമല്ല. ഞാൻ വിചാരിച്ചു, ഏതായാലും ഭാര്യയില്ല, എങ്ങനെയും കിട്ടാൻ പോകുന്നില്ല, എന്നെങ്കിലും ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു
ഞാൻ ഇട്ട ഡ്രസ്സ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വർക്കൗട്ടും ഒക്കെ തന്നെ കഴിഞ്ഞ് നല്ല വേർത്ത് വന്ന് അവിടെ ഫാനിലിരുന്ന് കുറച്ച് ഫോണൊക്കെ നോക്കി, ഇല്ലെങ്കിൽ ടി വി നോക്കി, ഇല്ലെങ്കിൽ നല്ലൊരു ജ്യൂസാണ് ആ ഡ്രസ്സോടെ തന്നെ ജ്യൂസൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇദ്ദേഹം എൻ്റെ പിറകെ തന്നെ മണപ്പിച്ചു കൊണ്ടുവരും. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹമല്ല, ഞാൻ ഈ ഡ്രസ്സ് മാറ്റാറുമില്ല. അങ്ങനെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നീട് വീണ്ടും ഉറങ്ങി. അങ്ങനെ ഞാൻ കുറേ ദിവസം വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരിക്കും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ വേഗം ഇങ്ങനെ താഴോട്ടൊക്കെ നോക്കും, ഇങ്ങനെ ഫോണൊക്കെ നോക്കുന്ന പോലെ ആക്കും. പക്ഷെ എനിക്കറിയാം ഞാൻ അങ്ങോട്ട് നോക്കി മെല്ലെ ചിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ചിരിക്കും. കാരണം എനിക്കറിയാലോ എന്തിനാണ് ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്നുള്ള കാര്യം. പക്ഷെ ഇദ്ദേഹത്തിന് അറിയത്തില്ല. പക്ഷെ ഇദ്ദേഹത്തിന് കുറച്ച് ദിവസം കഴിഞ്ഞ് അറിയാൻ തുടങ്ങി ഞാൻ ഇതൊക്കെ അറിയുന്നുണ്ടെന്നുള്ള കാര്യം. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ സൗണ്ടും ഒക്കെ തന്നെ മാറി, സംസാരവും എന്നെ നോക്കുന്ന രീതിയും ഒക്കെ തന്നെ എനിക്ക് തോന്നി മാറാൻ തുടങ്ങി എന്നുള്ള കാര്യം. കാരണം ഇദ്ദേഹത്തിന് അറിയാം എനിക്കിതൊക്കെ അറിയുന്നുണ്ട്, ഇനി ഇതൊക്കെ എളുപ്പ കാര്യമാണ് എന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഈ രാവിലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് അന്ന് എനിക്ക് കുളിക്കാൻ പറ്റില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഡ്രസ്സോടെ തന്നെ ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ഞാൻ കുളിക്കാൻ വേണ്ടി തോർത്തൊക്കെ എടുത്തു. ഞാൻ കുറച്ച് സമയം ഒരു എണ്ണയൊക്കെ തേച്ച് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് വന്ന് ചോദിച്ചു, മോള് കുളിക്കാൻ പോവുകയാണോ എന്നാ പറയണ്ടേ, ഞാനല്ല ഇന്നലെ നീ ഒന്ന് കുളിക്കാൻ പോകുമ്പോൾ എന്നോട് പറയണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ശരിയാണല്ലോ, എന്നോട് ഇദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മോൾ ഇനി കുളിക്കാൻ പോകുമ്പോൾ എന്നോട് പറയണം എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനായിരിക്കും. പിന്നെ വിചാരിച്ചു ഞാൻ ഇപ്പോൾ കുളിക്കാൻ പോകുന്നുണ്ട്, എണ്ണ തേച്ചിട്ടുണ്ട്, ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കുളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സമയം നടന്നത് 4:30 അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ കുളിച്ച് വന്നിട്ട് നല്ല ചായ, കട്ടൻ ചായയും ഒക്കെ തന്നെ. പക്ഷെ എനിക്ക് എന്തോ കള്ള ലക്ഷണം പോലെ തോന്നി ഇദ്ദേഹത്തിന്റെ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആക്കിട്ട് വേറെ എന്തെങ്കിലും കോപ്രായ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ കുളിക്കുന്ന ടൈമിൽ നല്ല രീതിയിൽ കുളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു വീട്ടിൽ എനിക്ക് ഒരു അനക്കം കണ്ടത്. അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ മുണ്ടായിരുന്നു, അതായത് അദ്ദേഹത്തിന്റെ തുണി പോലെയായിരുന്നു എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ വിചാരിച്ചു ഇവനിപ്പോ ഇതും തുടങ്ങിയോ, അതായത് എത്തി നോട്ടവും തുടങ്ങിയോ, നല്ലതായി. അങ്ങനെ ഞാൻ ഈ കുളിയൊക്കെ കഴിഞ്ഞു, എല്ലാം അദ്ദേഹത്തിന് കണ്ടെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ വേഗം തന്നെ ആ ജനൽ അടച്ചു. പിന്നീട് 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഞാൻ അതേപോലെ കാണാൻ തുടങ്ങി, അതായത് ജനല തുറന്നിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ കുളി കഴിയുമ്പോൾ ഞാൻ കറക്റ്റ് കണ്ടു അദ്ദേഹം നല്ല രീതിയിൽ എന്നെ നോക്കുന്നത്. ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നീട് ആ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിന് നല്ല സന്തോഷമായിരുന്നു. അദ്ദേഹം സന്തോഷത്തോടെ എനിക്ക് ചായയൊക്കെ തന്നു. എന്നാ മോളെ ചായയും ബിസ്ക്കറ്റും, അപ്പുറത്തെ ഒരു കൂട് പീടിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീടിയുണ്ട്, അവിടെ നിന്ന് അപ്പവും ഒക്കെ വാങ്ങിച്ചു തന്ന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ ദിവസവും കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബ്യൂട്ടീനോട് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഒരു ദിവസം ചൂടുവെള്ളത്തിൽ ആവി പിടിക്കുന്ന ടൈമിൽ അദ്ദേഹം വന്നു. അപ്പൊ ഞാൻ ഈ ബ്ലാങ്കറ്റിന്റെ അടിയിലായിരുന്നു ആ ചൂട് പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എണീക്കുമ്പോ നോക്കണം മോളെ. അങ്ങനെ ഞാൻ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ആ വെള്ളം അങ്ങനെ തന്നെ അവിടെ മറിഞ്ഞു, മുഴുവനും പൊള്ളി നീരി ഞാൻ വായ പൊളന്നു. അങ്ങനെ അദ്ദേഹം വേഗം തന്നെ എന്നെ പൊന്തിച്ച് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അവിടെ നിന്ന് അദ്ദേഹം എന്തൊക്കെയോ തന്നു, പിന്നെ കുറച്ച് ഓയിൽമെന്റും കുറച്ച് ഗുളികയും ഒക്കെ തന്നെ തന്നു. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം എനിക്ക് എന്തായാലും ഈ ഓയിൽമെന്റ് ഒറ്റയ്ക്ക് പരട്ടാൻ പറ്റത്തില്ല. കാരണം എനിക്ക് അവിടെ തൊടാൻ പോലും പറ്റത്തില്ല. കാരണം നമുക്ക് നമ്മുടെ ശരീരം വേദനിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അങ്ങനെ ഞാൻ ഓയിൽമെന്റ് ഒന്നും തേക്കാതെ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എന്താ ഓയിൽമെന്റ് തേക്കാത്തെ? ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് ഓയിൽമെന്റ് തേക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങോട്ടാ ഞാൻ തേച്ച് തരാം. ഞാൻ പറഞ്ഞു, അയ്യോ വേണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. ഇങ്ങോട്ട് താടി. അപ്പൊ ഞാൻ വിചാരിച്ചു കൊടുക്കാം, എന്താ വെച്ചാൽ എനിക്കും വേദന സഹിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇത് തേച്ച ഉടനെ പോകും, 2 ദിവസത്തിനുള്ളിൽ വേദന പോകും. അങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ കൊടുത്തു. അദ്ദേഹം എനിക്ക് അവിടെ പെരട്ടി തരുമ്പോൾ ഞാൻ വിളിച്ചും സൗണ്ട് ഉണ്ടാക്കി. എനിക്കാണെങ്കിൽ വേദന സഹിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ കൈയും വേറെ എവിടേക്കോ ഞാൻ പിടിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൺട്രോൾ മുഴുവനും പോവുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു പെൺകുട്ടിയുടെ അപ്പൊ എങ്ങനെ ഉണ്ടാവും? അതേ അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് കളിയാണ്ട് എന്റെ കൺട്രോളും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നടന്നത് പൂരപ്പറമ്പായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം എനിക്ക് ഇതിനോട് ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്കറിയാം ഇദ്ദേഹത്തിന് എന്നോട് മുഴുത്ത ഇൻട്രസ്റ്റ് ആണ്. പിന്നെ പറയണ്ടല്ലോ എന്തായിരിക്കും അവിടെ നടന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. അതിൽ 500 രൂപ പേ ചെയ്താൽ നിങ്ങൾ ഞാൻ ഉടനെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ വീഡിയോ കോൾ, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾസ് ചാറ്റിംഗ് ഒക്കെ തന്നെയുണ്ട്. രാത്രി 11 മണിക്ക് എല്ലാ ആണുങ്ങൾക്കും നല്ല സുഖത്തിൽ ഉറങ്ങാവുന്നതാണ്. അപ്പോൾ വാട്സപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ആ നമ്പറിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.